കാട്ടാക്കടയുടെ NDA സ്ഥാനാർത്ഥി PK കൃഷ്ണനാണ് നമ്മോട് ചേരുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കാട്ടാക്കട എത്തി കാട്ടാക്കടയ്ക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിച്ച ആളാണ് താങ്കൾ. ഈ ഘട്ടത്തിൽ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? ഞങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ കാട്ടാക്കടയിലാണ് ജനവിധി തേടിയത്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ തുടർച്ചയായിട്ട് ഈ മണ്ഡലത്തിലുണ്ട്. എൻ്റെ രാഷ്ട്രീയവും സംഘടനാപരമായ പൊതുപ്രവർത്തനമൊക്കെ ഇവിടെ തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയാം, ഞങ്ങൾ ജനങ്ങളുമായിട്ട് മുഴുവൻ ഞങ്ങൾ ഏതാണ്ട് ആൾക്കാരെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഇടയായിട്ടുണ്ട്. ഞങ്ങൾക്ക് 100% ആത്മവിശ്വാസമുണ്ട്, വിജയവിശ്വാസമുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ NDA വിജയിക്കും. കാട്ടാക്കടയിലൂടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരമ്പരാഗതമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത ആളുകൾ, പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത ആളുകൾ ഇത്തവണ താമരയിൽ NDAക്ക് അനുകൂലമായി BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷ ശരിക്കും വസ്തുനിഷ്ഠമാണ്, സത്യസന്ധമാണ്, അടിസ്ഥാനപരമാണെന്ന കാര്യം സംശയമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 BJPയെ 1ാം സ്ഥാനത്തെത്തി എത്തിച്ചു ഈ കാട്ടാക്കടയിലെ ജനങ്ങൾ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും BJPയെ NDA 1ാം സ്ഥാനത്തെത്തിച്ച കാട്ടാക്കടയിലെ വോട്ടർമാരും ജനങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർ ഞങ്ങളെ 1ാം സ്ഥാനത്തെത്തിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ ഭൂരിപക്ഷം കാട്ടാക്കട നിയോജകമണ്ഡലത്തിലുണ്ടായ ഭൂരിപക്ഷം പക്ഷേ പൂർണ്ണതോതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നോ? തീർച്ചയായിട്ടും. ആകെയുള്ള 6 പഞ്ചായത്തിൽ 2 പഞ്ചായത്ത് BJP ഭരിക്കുന്നു. മറ്റ് 2 പഞ്ചായത്തിൽ 1 സീറ്റിൻ്റെ വ്യത്യാസത്തിനാണ് ഭരണം നഷ്ടപ്പെട്ടത്. അടുത്ത 2 പഞ്ചായത്തിൽ ഞങ്ങളുടെ സീറ്റിൻ്റെയും വോട്ടിൻ്റെയും എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചു. പിന്നെ ആകെ ഏതാണ്ട് 47 പഞ്ചായത്ത് മെമ്പർമാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 4 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സിന് 30 മെമ്പർമാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 15 വർഷം മുൻപ് കണ്ണൂരുകാരനായി കാട്ടാക്കട എത്തിയ ആളാണ്. ഇപ്പോൾ കാട്ടാക്കട സ്വന്തം നാടായി മാറിയോ? അതെ, എൻ്റെ ജന്മഭൂമി കണ്ണൂരും തലശ്ശേരിയാണ്. പക്ഷേ എൻ്റെ കർമ്മഭൂമി കാട്ടാക്കടയാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാനിവിടെ താമസിച്ചുകൊണ്ടാണ് ഇക്കാലം അത്രയും എൻ്റെ പൊതുപ്രവർത്തനം 2011 ശേഷം നടത്തിയത്. അതുകൊണ്ട് ഞാനിവിടുത്തെ വോട്ടർമാരോട് പറയുന്നത്, ഇവർക്ക് ഇതുവരെ ഒരു ഫുൾ ടൈം MLA കിട്ടിയിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതിനുശേഷം 4 വർഷവും 11 മാസവും 10 ദിവസത്തിനും ശേഷം ഒരു 20 ദിവസം മാത്രം ജനങ്ങൾക്ക് കാണാവുന്ന MLAമാരാണ്. കാണാവുന്ന പറഞ്ഞാൽ പ്രത്യക്ഷത കാണാവുന്നതല്ല, വികസനത്തിൻ്റെ രൂപത്തിൽ, ജനക്ഷേമത്തിൻ്റെ രൂപത്തിലാണ് ജനപ്രതിനിധികളെ കാണേണ്ടത്. അപ്പോൾ ഒരു 24 മണിക്കൂർ കാണാവുന്ന ജനപ്രതിനിധി അവർക്കില്ല. അതുകൊണ്ട് 24 മണിക്കൂറും അവരോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കും NDA വിജയിച്ചാൽ ഉണ്ടാവുക. അതാണ് കാട്ടാക്കട നിവാസികൾക്ക് നൽകാനുള്ള വാഗ്ദാനം. ഒന്നുകൂടിയുണ്ട്. ഇപ്പം CPM ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും അവർക്ക് 5 കോടിയുടെ വികസനം മാത്രമേ 5 കോടിയുടെ ഫണ്ട് മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കൂ. എന്നാൽ ഞങ്ങൾക്കൊരു അവസരം നൽകിയാൽ ശതകോടികളുടെ ഫണ്ടാണ് ഈ കാട്ടാക്കടയിൽ എത്താൻ വേണ്ടി പോകുന്നത്. ഒരു വികസിത കാട്ടാക്കട എന്നൊരു സ്വപ്നമുണ്ട് എല്ലാവർക്കും. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇതേവരെ ഈ മണ്ഡലത്തെ മാറി മാറി പ്രതിദാനം ചെയ്തവരും കേരളം മാറി മാറി ഭരിച്ചവർക്കും സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു അവസരം നൽകിയാൽ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ പദ്ധതികളും ഇവിടെ കൊണ്ടുവരാനും ഫണ്ട് കൊണ്ടുവരാനും ഞങ്ങൾക്ക് സാധിക്കുന്ന ഉറച്ച വിശ്വാസമുണ്ട്. ഇത് മോദിജിയുടെ ഗ്യാരണ്ടിയാണ്. ജനങ്ങൾ 100% ഞങ്ങളെ വിശ്വസിക്കാം. രാഷ്ട്രീയ വിശകലനങ്ങളിൽ കാട്ടാക്കട ഒരു ത്രികോണ മത്സരമാണ് വിലയിരുത്തപ്പെടുന്നത്. ത്രികോണ മത്സരമാണോ അതോ NDAക്ക് ഒരു ക്ലീൻ ഹൈപ്പ് ഉണ്ടോ? ഇപ്പം ഞങ്ങൾ മറ്റ് 2 മുന്നണികളെക്കാളും ഒരു പടി കൂടുതലാണ് NDA എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. എല്ലാ അർത്ഥത്തിലും അവിടെ കാട്ടാക്കടയുടെ മനസ്സ് അത് NDAയോടൊപ്പമാണ്, നരേന്ദ്രമോദിജിയോടൊപ്പമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കാരണം. അപ്പോൾ എല്ലാവിധ ആശംസകളും. എന്തായാലും NDAയും ശക്തമായ ആത്മവിശ്വാസത്തിലാണ് കാട്ടാക്കടയിൽ. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കാട്ടാക്കടയിലെ മികച്ച ഭൂരിപക്ഷമാണ് NDA സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം ആത്മവിശ്വാസം നൽകാൻ കാരണവും. സന്തോഷ് ചേകൂർ, ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.